സ്ട്രീമിംഗ് സർവീസുകളിൽ വൈകിയാണ് എത്തിയതെങ്കിലും എഫ്എക്സിന്റെ ഡൈയിങ് ഫോർ സെക്സ് എന്ന സീരീസ് അടിസ്ഥാനമായ യഥാർത്ഥ സംഭവകഥ ഇതിനു മുൻപേ ലോകം അറിഞ്ഞതാണ്. യുകെയിൽ ഡിസ്നി പ്ലസിൽ സ്ട്രീം ചെയ്യുന്ന സീരീസിൽ പറയുന്നത് മോളി കോച്ചൻ എന്ന വനിതയുടെ ജീവിത കഥയാണ്. വെറും 3 വർഷം മാത്രം ജീവിച്ചിരിക്കുമെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ മോളി കോച്ചൻ എന്ന വനിതയുടെ ലൈംഗികതയിലൂടെയുള്ള യാത്രകളുടെ കഥയാണ് ഇതിൽ പറയുന്നത്. തന്റെ 42-ാം വയസ്സിൽ ക്യാൻസർ ബാധിതയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 15 വർഷമായി ഭർത്താവായിരുന്ന പുരുഷനെ ഉപേക്ഷിച്ച് ലൈംഗികതയുടെ ലോകത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്ന ന്യൂയോർക്കിൽ ജനിച്ച മോളി 2019 തന്റെ 45-ാം വയസ്സിൽ മരണമടയുമ്പോഴേക്കും അവർ തന്നിലെ ലൈംഗിക തൃഷ്ണയെ പരമാവധി തൃപ്തിപ്പെടുത്തിയിരുന്നു. ബാക്കിയുള്ളതെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ 3 വർഷവും അവർ ആസ്വാദികരമാക്കി. 200-ലധികം പുരുഷന്മാരോടൊപ്പം കിടക്ക പങ്കിട്ടും തന്റെ അർദ്ധനഗ്ന ചിത്രങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ചും തന്റെ ലൈംഗിക തൃഷ്ണയെ ക്യാൻസർ കെടുത്തിയില്ലെന്ന് അവർ ഉറപ്പുവരുത്തി. ക്യാൻസർ ബാധിതയാണെന്നറിഞ്ഞതിനെ തുടർന്ന് തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം ലൈംഗികതയുടെ ലോകത്ത് ആനന്ദ നൃത്തമാടുന്ന മോളെയാണ് സീരീസിൽ കാണിക്കുന്നത്. ഈ സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് താങ്ങായി ഉണ്ടായിരുന്നത് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ നിക്കി ബോയർ ആയിരുന്നു. ജെന്നി സ്ലേവ് ആണ് സീരീസിൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മോളി തന്റെ മരണശേഷം പങ്കുവച്ച ഡൈയിങ് ഫോർ സെക്സ് എന്ന പോഡ്കാസ്റ്റിലൂടെ പുറത്തു വന്ന കഥകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. 2020 ആപ്പിളിന്റെ ഏറ്റവും ജനപ്രിയ പോഡ്കാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഇത് 2021 ആമി അവാർഡ് പോഡ്കാസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടുകയും ചെയ്തു. 2011 ഇവർക്ക് സ്ഥാനാർബുദമുണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയത്. പിന്നീട് അത് ഗുരുതരാവസ്ഥയിൽ എത്തിയതായി 2015 സ്ഥിരീകരിക്കുകയായിരുന്നു. എന്നാൽ ഈ വാർത്ത മോളിയെ തെല്ലും തളർത്തിയില്ല. തന്നെ മറ്റുള്ളവർ ഒരു ഇരയായി സഹതാപത്തോടെ വീക്ഷിക്കുന്നത് തീരെ ആഗ്രഹിക്കാത്ത മോളി തന്റെ ഉള്ളിലെ ലൈംഗിക തൃഷ്ണതയെ ക്യാൻസർ തല്ലിക്കെടുത്താനും അനുവദിച്ചില്ല. തനിക്ക് അർബുദമാണെന്ന സത്യം പുറം ലോകത്തെ അറിയിക്കാതെയായിരുന്നു അവർ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്റെ ലൈംഗിക യാത്ര തുടർന്നത്. രോഗം ഗുരുതരമാണെന്ന് സ്ഥിരീകരിച്ചതിനു ശേഷം അത് മറച്ചുവെക്കാൻ ആവില്ലെന്ന ഘട്ടം വന്നപ്പോൾ 2.5 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അവർ ഈ സത്യം തന്റെ വെബ്സൈറ്റിലൂടെ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയത്. 3 വർഷക്കാലത്തിനിടയിൽ 200-ലധികം പുരുഷന്മാരോടൊപ്പം കിടക്ക പങ്കിട്ട മോളി കോച്ചൻ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു ലൈംഗിക ഘോഷയാത്രയായിരുന്നു തന്റെ ജീവിതാന്ത്യത്തിൽ നടത്തിയത്. അവസാന 6 മാസങ്ങളിൽ ക്യാൻസറിനും ലൈംഗികതയ്ക്കുമൊപ്പമുള്ള യാത്രയുടെ വിവരങ്ങൾ അവർ തന്റെ വെബ്സൈറ്റ് വഴി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. തന്റെ ശരീരത്തെ ജീവിതവുമായി ബന്ധിപ്പിച്ച് നിർത്തിയിരുന്നത് ലൈംഗികതയായിരുന്നു എന്നായിരുന്നു അവർ കുറിച്ചത്.